അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഓരോ സബ് ഡിവിഷനിലേക്കും കിടക്കലായി. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസൻറ്റ് അഥവാ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. എന്താ ഇങ്ങനെ പറഞ്ഞാൽ ഇതിലെങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് വാചകം എഴുതൽ, ഇത്തരം വാചകങ്ങൾ ഇംഗ്ലീഷിൽ നമ്മൾ എവിടെയൊക്കെയാണ് സംസാരിക്കൽ, അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ പേരും തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അതൊന്നും കൂടി കേട്ടോ. വർത്തമാനകാലമാകുന്ന ഇപ്പോഴ്, പ്രസൻറ്റ് ടെൻസ് ആകുന്ന ഇപ്പോഴ് നാം ചെയ്യുന്ന ലളിതമായ പ്രവൃത്തി, അതായത് ഒരു ഉറപ്പില്ലാത്ത പ്രവൃത്തി, അത് വെച്ചുകൊണ്ടുള്ള ഏത് വാചകങ്ങളും ഇതിലാണ് പറയേണ്ടത്. സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണ് പറയേണ്ടത്. മനസ്സിലായില്ലെങ്കിൽ നീ എന്താ ഇപ്പോഴും ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിക്കുന്നു. അപ്പോഴേക്ക് നിങ്ങൾ ഏതോ ഒരു പ്രവൃത്തി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവില്ല അയാൾ ചോദിക്കുന്ന സമയത്ത്. നിങ്ങളിപ്പോൾ ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നു, ഫോണൊക്കെ മുമ്പിൽ വെച്ച് ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അത്ര. അതൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു ഫോൺ വരുന്നത് നിങ്ങൾക്ക്. വാട്ട് ആർ യു ഡൂയിങ്? ഇപ്പം എന്ത് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി പറ. ഞാനിവിടെ ഇരിക്കുന്നു. ഇരുന്നുകൊണ്ടിരിക്കാനായിട്ടില്ല, ഇരിക്കുന്നത്ര. ആരിങ്ങനെ ശരിക്കും ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ നോക്കുന്നുണ്ടത്ര. അതിപ്പോൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ പ്രവൃത്തിയുടെ പേര് നോക്ക്, ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആക്ഷനാണ്, ഒരു ഉറപ്പായിട്ടുള്ള പ്രവൃത്തി, ഇൻഡെഫിനിറ്റ് ആക്ഷനാണത്. അപ്പോൾ വർത്തമാനകാലത്ത് നിങ്ങൾ ചെയ്യുന്ന സിമ്പിൾ ആക്ഷനാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ആ വാചകം പറയേണ്ടത്. അല്ലെങ്കിലോ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണ് അയാളോട് വാചകം പറയേണ്ടത്. വാചകം പറയുന്ന കേട്ടോ, ഐ സിറ്റ് ഹിയർ. ഐ കഴിഞ്ഞ വാർഡ് സിറ്റ്, പിന്നെ ഹിയർ, ഞാനിവിടെ ഇരിക്കുന്നു. അതുപോലെ നിങ്ങൾ അമ്മയോട് വിളിച്ച് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ചൈൽഡ് ഡൂയിങ്? കുഞ്ഞ് എന്താണ് ചെയ്യുന്നത്? അപ്പം അമ്മക്ക് മറുപടി പറയേണ്ടത് കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെ കുട്ടി ഇവിടെ ഉറങ്ങുന്നുണ്ട്, അല്ലെ കുട്ടി കളിക്കുന്നുണ്ട്. കളിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, കളിച്ചുകൊണ്ടിരിക്കാനായിട്ടില്ല. അമ്മ നോക്കുമ്പോൾ കുഞ്ഞിങ്ങനെ കളിക്കാൻ തുടങ്ങുന്നത്രയും, സിമ്പിളായിട്ട് ആക്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്രയും. അപ്പോൾ അമ്മ പറയല് ദ ചൈൽഡ് പ്ലേസ്, PLAYS. കുട്ടി കരയുന്നു. ദ ചൈൽഡ് ക്രൈസ്, ചിരിക്കുന്നു. ലാഫ്സ്, ഉറങ്ങുന്നു. ദ ചൈൽഡ് സ്ലീപ്സ്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കൺമുമ്പിൽ വെച്ച് നമ്മൾ കാണുന്ന ഒരു പ്രവൃത്തിയുടെ സഡൻ ആക്ഷനാണ്, പെട്ടെന്നുള്ള പ്രവൃത്തി, സിമ്പിൾ ആക്ഷനാണ്, ഇൻഡെഫിനിറ്റ് ആക്ഷനാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അവതരിപ്പിക്കേണ്ടത്. ഇത്തരം ടെൻസിൽ ഒരു ഇംഗ്ലീഷ് വാചകം നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ, അവതരിപ്പിക്കണമെങ്കിൽ, ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആരാണോ, കർത്താവ് ആരാണോ, ആരോ അല്ലെങ്കിൽ വസ്തുവോ മൃഗമോ ആണോ, ഒരു വ്യക്തിയോ മൃഗമോ വസ്തുവിനെയോ അല്ലേ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം വാക്കുകളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു ഇംഗ്ലീഷ് വാചകം നിങ്ങൾ എവിടെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് വാക്കാണോ അതിലെ സബ്ജക്റ്റ്, അത് കഴിഞ്ഞുടനെ പ്രസൻറ്റ് വേർബ് എഴുതണം. പ്രസൻറ്റ് ടെൻസ് അല്ല, പ്രസൻറ്റ് വേർബ്. മലയാളം വർത്തമാനകാലക്രിയ. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു ക്രിയയുടെയും മൂലരൂപമില്ലേ, ഇപ്പോൾ ഗോൻ്റെ ഗോ, റീഡിൻ്റെ റീഡ്, റൈറ്റിൻ്റെ റൈറ്റ്, പ്ലേൻ്റെ പ്ലേ, സ്ലീപ്പിൻ്റെ സ്ലീപ്പ്, സ്റ്റഡിയുടെ സ്റ്റഡി. ഈ രൂപം നോക്കിയേ, ഏതൊരു വർബിൻ്റെയും മൂലരൂപമല്ലേ ഇത്, ബേസ് ഫോം അല്ലേ. ഇങ്ങനെയുള്ള വർബിനെ ബേസ് വർബേ എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കൽ. നമ്മൾ അടിത്തറ രൂപമേ എന്നാണ് വിളിക്കൽ. വർബിൻ്റെ മൂലരൂപ ഇത്. ഇതേ രൂപത്തിന് തന്നെ ഞാൻ എൻ്റെ കോൺകോഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞതിന് ഈ രൂപത്തിന് പ്ലൂരൽ വർബ് എന്നും പറയാറുണ്ട്, ബഹുവചന ക്രിയാരൂപം എന്നും പറയാറുണ്ട്. പ്രസൻറ്റ് വർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവൈന്നേ. ഒരു വർബിൻ്റെ ഇങ്ങനെയുള്ള മൂലരൂപങ്ങളെയാണ് പ്രസൻറ്റ് വർബ് എന്ന് പറയുന്നത്. അതിനെ വേറെ രണ്ട് പേര് ഓൾറെഡി ഉണ്ട്. ഒന്ന് പറ ബേസ് വർബ്, വേറൊരു പേരോ പ്ലൂരൽ വർബ്. ഇപ്പോൾ പുതിയൊരു പേരും കൂടെ ഈ പ്രസൻറ്റ് വർബ്. അപ്പോൾ ഈ ക്രിയാരൂപത്തിന് 3 പേര് ബേസ് വർബ് എന്ന് പറയാം, പ്ലൂരൽ വർബ് എന്ന് പറയാം, പ്രസൻറ്റ് വർബ് എന്ന് പറയാം. ഇനി ആയിട്ടില്ല. ഒരു വർബിൻ്റെ ഗോൻ്റെ
ഗോ എന്നുള്ള രൂപവും ഗോസ് എന്ന രൂപവും, റീഡിൻ്റെ റീഡും റീഡ്സും, റൈറ്റിൻ്റെ റൈറ്റും റൈറ്റ്സും, പ്ലേയുടെ പ്ലേയും പ്ലേസും, സ്ലീപ്പിൻ്റെ സ്ലീപ്പും സ്ലീപ്സും, സ്റ്റഡിയുടെ സ്റ്റഡിയും സ്റ്റഡീസും എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ എസ് എന്ന അക്ഷരം ചേരുന്ന രൂപമില്ലേ. അങ്ങനെയുള്ള വെർബിനെ നമ്മൾ കോൺകോഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിച്ചു. സിംഗുലർ വെർബ് എന്നാണ് പറയുന്നത്. എസ് എന്ന അക്ഷരമുള്ള വെർബിനെ എസ് വെർബ് എന്നൊക്കെ ആധുനിക ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ പേരെന്താ? സിംഗുലർ വെർബ്, ഏകവചന ക്രിയ എന്നാണ്. വെർബിൽ ഇങ്ങനെ ഒരു വൈരുദ്ധ്യമില്ലേ. എസ് ഉള്ളതാണ് സിംഗുലർ, എസ് ഇല്ലാത്ത ഈ മൂലരൂപമാണ് പ്ലൂരൽ. എന്നാൽ നൗണിലോ നാമങ്ങളിലോ ഇപ്പോൾ ബോയിന്നെടുത്ത്, അല്ല ബുക്കിന്നെടുത്ത്, ഗേളിനെടുത്ത്, അതൊക്കെ ഓരോ നൗണല്ലേ കുഞ്ഞുങ്ങളെ, നാമല്ലേ, ആളെ പേരല്ലേ ഇത്, ആൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനപ്പേരല്ലേ ഇത്. അങ്ങനെയുള്ള വാക്കിനെ അതിൽ ബുക്ക് സാധനങ്ങളുടെ പേര് ഇങ്ങനെയുള്ള വാക്കിനെ നൗൺ എന്ന് പറയല്. നാമങ്ങളിലെപ്പോഴും ഈ മൂലരൂപമില്ലേ, ബോയ്, ബുക്ക്, ഗേൾ, പെൻ, ബെഞ്ച്, ഡെസ്ക്, ഇങ്ങനെയുള്ള മൂലരൂപം ബേസ് ഫോം സിംഗുലറാണ്. എന്നാൽ അതിൻ്റെ കൂടെ എസ് ചേരുന്ന രൂപം, ഇപ്പോൾ ബോയിയുടെ ബോയ്സ്, ഗേളിൻ്റെ ഗേൾസ്, ബുക്കിൻ്റെ ബുക്സ്, അതാണ് പ്ലൂരൽ. അപ്പം നാമങ്ങളിൽ നൗണിലെപ്പോഴും ബേസ് ഫോം സിംഗുലറും എസ് ചേരുന്നത് പ്ലൂരലുമാണ്. എന്നാൽ വെർബിൽ നേരെ തിരിച്ചിട്ടാണ്, ബേസ് ഫോമാണ് പ്ലൂരൽ, ഇതാ, എന്നാൽ എസ് ചേരുന്നത് സിംഗുലറുമാണ്. ഇതൊക്കെ 100 വട്ടായി ക്ലാസ് പറയുന്നു. ഒരു വെർബിൻ്റെ ബേസ് ഫോമാണ് പ്ലൂരൽ വെർബ്. നിങ്ങൾ ആവശ്യം വിചാരിച്ചിട്ട് തന്നെ ശ്രദ്ധിക്കുക, എന്നാലേ തിരിയുള്ളൂ. അല്ലാണ്ട് ഇത് അങ്ങോട്ട് വന്ന് തലയിൽ കയറൂല, ഇതിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. ഇംഗ്ലീഷിൽ 20ൽ ഒരു 10-18 മാർക്ക് മേടിക്കുന്നവൻ എന്തായാലും റാങ്ക് ലിസ്റ്റിലാവും. അതാവണമെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, അല്ലാണ്ട് അങ്ങോട്ട് വരൂല. ഏതൊരു വെർബിൻ്റെയും ഇങ്ങനെയുള്ള മൂലരൂപങ്ങളെയാണ് ബേസ് വെർബ് എന്ന് പറയില്ല, അല്ലെങ്കിൽ പ്ലൂരൽ വെർബ് എന്ന് പറയില്ല. എസ്സിൽ അവസാനിക്കുന്ന രൂപം സിംഗുലർ വെർബുമാണ്. ഇനി തമാശ, ഈ 2 രൂപങ്ങൾക്കും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് പ്രസൻറ്റ് വെർബ്. അപ്പോൾ പ്രസൻറ്റ് വെർബ് എന്ന കുടുംബത്തിലെ 2 അംഗങ്ങളാണ് ഈ പ്ലൂരൽ രൂപവും ഈ സിംഗുലർ രൂപവും. ഈ ബേസ് രൂപവും ഈ സിംഗുലർ രൂപവും പ്രസൻറ്റ് വെർബിലെ അംഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 2നും കൂടി മൊത്തത്തിൽ പ്രസൻറ്റ് വെർബ് എന്ന് പറയാം. അതിൽ മൂലരൂപം പ്ലൂരലും മറ്റേ എസ് ഉള്ളത് സിംഗുലറുമാണ്. അപ്പോൾ പറയുന്നത് കേട്ടോ, ഇംഗ്ലീഷിൽ നിങ്ങൾ ഒരു സെൻറ്റൻസ് എഴുതുമ്പം അതിലെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ പ്രസൻറ്റ് വെർബാണ് എഴുതുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്, അല്ലെങ്കിലോ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണ്. ഇനി ഇവിടെ ഞാനൊരു ബേസിക് നിയമവും പറഞ്ഞിട്ടില്ലേ, സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസൻറ്റ് വെർബ് എഴുതുമ്പോൾ നമ്മളൊരു പൊതു നിയമം പാലിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ എഴുതുന്ന വേർബും സിംഗുലർ തന്നെയായിരിക്കണം. എന്നാൽ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, അറിയാത്തവർ കേൾക്കുക, സിംഗുലർ ഏകവചനം, പ്ലൂരൽ ബഹുവചനം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ എഴുതുന്ന വേർബും പ്ലൂരൽ ആയിരിക്കണം. സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വേർബ് ആൻഡ് പ്ലൂരൽ സബ്ജക്റ്റ് ടേക്സ് പ്ലൂരൽ വേർബ്, അല്ലേ? ഇപ്പോൾ അവൻ പോകുന്നു, ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഇതാ അവൻ എന്നുള്ളൊരു ഹീ എന്ന് പറഞ്ഞാൽ അവൻ, അവൻ എന്ന് പറഞ്ഞാൽ ഒരാൾ, അതെന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് സിംഗുലറായി, ഏകവചനം. അതിൻ്റെ കൂടെ പോകുന്നു എന്ന് പറയണമെങ്കിൽ ഗോന്നും പറയാം, ഗോസ് എന്നും പറയാം, 2നും ഒരേ അർത്ഥമാണ്. പ്രസൻറ്റ് വെർബല്ലേ അത്, അതിൻ്റെ അർത്ഥം പോകുന്നു എന്നാണ്. ഗോൻ്റെ അർത്ഥവും പോകുന്നു, ഗോസിൻ്റെ അർത്ഥവും പോകുന്നു. അതിൽ ഹീയുടെ കൂടെ നിങ്ങൾ ഏത് എഴുതുക? ഗോസ്. സ്കൂളിലേക്കാണെങ്കിൽ ടു സ്കൂൾ. അപ്പോൾ ഈ എഴുതിയ സെൻറ്റൻസ് ഇല്ലേ, ഇംഗ്ലീഷ് വാചകല്ലേ ഇത്, സെൻറ്റൻസ് അല്ലേ ഇത്. ഇവിടെ നിങ്ങൾ സബ്ജക്റ്റായിട്ട് എഴുതിയ വാക്ക് ഹി, അത് സിംഗുലർ. അതിൻ്റെ കൂടെ എഴുതുന്ന വേർബ് എസ് ഉള്ള വെർബ് സിംഗുലർ വെർബ്. അപ്പോൾ സബ്ജക്റ്റും വെർബും തമ്മിൽ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എപ്പോഴും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ. ഇനി ഹീ എന്നുള്ളതിന് പകരം നിങ്ങൾ ദേ എന്നെങ്കിലോ, ദേ എന്ന് പറഞ്ഞാൽ അവർ, ഒന്നിലധികം ആളായി, പ്ലൂരലായി. അപ്പോൾ അതിൻ്റെ കൂടെ എഴുതുന്ന വെർബ് പ്ലൂരലായിരിക്കും. കണ്ടോ, ദേൻ്റെ കൂടെ ഗോസ് അല്ല, ഗോ അല്ലേ പ്ലൂരൽ. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലൂരൽ, വെർബ് പ്ലൂരൽ. ഇപ്പോൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വെർബ്, പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂരൽ വെർബ്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഈ എഗ്രിമെൻറ്റിനാണ് ഇംഗ്ലീഷുകാരൻ കോൺകോഡ് എന്ന് പറയുന്നത്. എഗ്രിമെൻ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വേർബ് ഈസ് നോൺ ആസ് കോൺകോഡ്.
വാട്ട് ഈസ് ദാറ്റ് എഗ്രിമെൻറ്റ്? സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് പ്ലൂറൽ വെർബ്. ദിസ് എഗ്രിമെൻറ്റ് ഈസ് നോൺ ആസ് കോൺകോർഡ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എൻ്റെ കുട്ടികൾ ഒരു ഇംഗ്ലീഷ് വാചകം എവിടെയെങ്കിലും പറയുകയോ എഴുതുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫോളോ കോൺകോർഡ്. നിങ്ങൾ കോൺകോർഡിനെ അനുസരിക്കണം. തോന്നെ ഈ നിയമം അനുസരിക്കണം. ഇങ്ങനെ എഴുതുന്ന എല്ലാ ഇംഗ്ലീഷ് സെൻറ്റൻസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണ്. ക്ലിയറായോ? മറ്റൊന്ന്, അവൾ കഥ വായിക്കുന്നു. ഇതാ അവൾ എന്നതിന് ഷീ, വായിക്കുന്നതിന് റീഡ്സ് എ സ്റ്റോറി. കണ്ടോ, ഷീൻ്റെ കൂടെ റീഡല്ല, റീഡ്സ്. കാരണം ഇതും സിംഗുലർ, ഇതും സിംഗുലർ. എന്നാൽ ഞാൻ കഥ വായിക്കുന്നു, ഞാൻ നിലനായി റീഡ് എ സ്റ്റോറി. ഇവിടെ ചില ആൾക്ക് വൈരുദ്ധ്യം തോന്നും. ഐ എന്ന് പറഞ്ഞാൽ ഞാനല്ലേ, ഞാൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ? അല്ല, ഐൻ്റെ അർത്ഥം ഞാൻ തന്നെ മലയാളത്തിൽ. പക്ഷേ ഇംഗ്ലീഷുകാർക്ക് ഐ എന്ന വാക്ക് പ്ലൂറലാണ്. ദേയും ഐയും വിയും യു. ഐയും ദേയും വിയും യുവും പ്ലൂറലാണ്. അതിൻ്റെ കൂടെ എഴുതുന്ന വെർബ് പ്ലൂറലേ വരുള്ളൂ. ഇതാ പ്ലൂറൽ. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും ഏതിന് എക്സാമ്പിളാണ്? സിമ്പിൾ പ്രസൻറ്റ് അഥവാ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലളിതമായ ക്രിയകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വാചകം പറയേണ്ട അവസ്ഥ ഇനി ഏതെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെയുള്ള വാചകം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലേ പറഞ്ഞു കൊടുക്കും. പറയുമ്പോൾ വാചകത്തിലെ സബ്ജക്റ്റ് ആരാണോ അല്ലെങ്കിൽ ഏതാണോ അത് കഴിഞ്ഞ ഉടനെ പ്രസൻറ്റ് വെർബ് എഴുതണം. പ്രസൻറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ പ്ലൂറൽ ഫോമോ സിംഗുലർ ഫോമോ. പ്ലൂറൽ വെർബ് എപ്പോഴും എസ് എന്ന അക്ഷരമില്ലാത്ത ബേസ് വെർബാണ്. സിംഗുലർ വെർബാണ് എസ് എന്ന അക്ഷരമുള്ള വെർബ്. ഇങ്ങനെയുള്ള വെർബ് സബ്ജക്റ്റിൻ്റെ വചനമനുസരിച്ച് എഴുതിയാൽ ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസായി. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വാചകത്തിൻ്റെ ഓരോ യൂസാണ് ഞാൻ എടുത്തിരുന്നത്. അതിൽ ഒരു യൂസാണ് ഇപ്പോൾ പറഞ്ഞത്. ഏത് യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം, ഇതോടൊക്കെ ഉപയോഗിക്കും. അതിലൊന്ന് പറഞ്ഞു, എന്താ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ സിമ്പിൾ ഓർ ഇൻഡെഫിനിറ്റ് ആക്ഷൻ. ശരിക്കോണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് സിമ്പിൾ ഓർ ഇൻഡെഫിനിറ്റ് ആക്ഷൻ. ഇത് ശരിക്കും ഒരു നിയമമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ നേരിട്ട് ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകൾക്കൊന്നും ഇതൊരു നിയമമായിട്ട് എഴുതി കൊടുത്തിട്ടില്ല. അതിന് കാരണം ഇതാ പേരും തന്നെ അർത്ഥവത്താണ്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ പേരർത്ഥവത്തല്ലേ. പക്ഷെ ചില ഗ്രാമർ ടെക്സ്റ്റിൽ വണ്ടൊക്കെ ആയിട്ട് ഇതൊക്കെ നിയമമായിട്ട് എഴുതി വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യലെവിടെയാണ്? ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കാനാണ്. ഏതിനെ അവതരിപ്പിക്കാൻ? സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആക്ഷൻ. ലളിതമോ ഉറപ്പില്ലാത്തതുമായ പ്രവൃത്തിയോ അവതരിപ്പിക്കാനാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കൽ. എക്സാമ്പിൾ നോക്കി. ഹി സ്റ്റഡീസ് വെരി വെൽ, അല്ല ഹി സ്റ്റഡീസ്, അല്ല ഹി വർക്ക്സ് ഹാർഡ് ടു വിൻ. സെൻറ്റൻസ് നോക്കി. സബ്ജക്റ്റാണ് ഹി, വർക്ക്സാണ് വെർബ്. സബ്ജക്റ്റ് സിംഗുലർ, വെർബ് സിംഗുലർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസൻറ്റ് വെർബ്, സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വെർബ്. അപ്പോൾ ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അവൻ ജയിക്കാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല, ചെയ്യുന്നു. അതുപോലെ വി ഗോ ടു ദ മാർക്കറ്റ്. എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞു, പോകുന്നു. അതിൻ്റെ ലളിതമായ തുടക്കത്രേ. അപ്പം അങ്ങനെയുള്ള വാചകം ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച്, വി എന്ന സബ്ജക്റ്റ് കഴിഞ്ഞുടനെ പ്ലൂരൽ വെർബ്. വി പ്ലൂരൽ, ഗോവും പ്ലൂരൽ. എസ് വന്നാലും സിംഗുലർ ആവില്ലേ, വി പ്ലൂരൽ അല്ലേ. അപ്പം ഇങ്ങനെ സിമ്പിളോ ഇൻഡെഫിനിറ്റോ ആയ ഒരു ആക്ഷൻ നമുക്ക് എവിടെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത്തരം വാചകം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയണം.
ഇത് എക്സാമിനേഷന് പരീക്ഷയ്ക്ക് ചോദിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നൊരു യൂസ് അല്ല. അതുകൊണ്ടാണ് നീ പല ക്ലാസ്സിലും ഞാൻ ഇതങ്ങനെ എഴുതി കൊടുക്കാതിന്. പക്ഷെ ഇത് നിത്യജീവിതത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആവശ്യമാണ്. നീ ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ അവിടേക്ക് പോകുന്നു. ഐ ഗോ ദേർ. ഐ ആം ഗോയിങ് എന്നൊന്നും പറഞ്ഞില്ല. ഐ ഗോ ദേർ. ഞാൻ അവിടെ പോകുന്നു. പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിലാണ് ആക്ഷൻ മാറിയത്. ഇത് പോകുന്നു എന്ന് പറയുമ്പോൾ സിമ്പിൾ ആക്ഷനാണ്. കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി കരയുന്നു. ഇതാ ദ ചൈൽഡ് ക്രൈസ്. ഇനി ഒച്ചത്തിൽ എന്ന് പറയണമെങ്കിൽ ലൗഡിലി. ദ ചൈൽഡ് സിംഗുലർ ആയതുകൊണ്ട് ഇതാ എസ് ഉള്ള ക്രിയ ക്രൈസ്. കുട്ടി ഒച്ചത്തിൽ കരയുന്നു. കുട്ടികൾ എന്താ ചെയ്യുന്നത്? ചിൽഡ്രൻ പ്ലേ ഇൻ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ കളിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ആക്ഷൻ മാറി. ഇത് കളിക്കുന്നു. ചിൽഡ്രൻ പ്ലൂറലായതുകൊണ്ട് പ്ലേ ആണ്, പ്ലേസ് അല്ല. അപ്പോൾ ഈ എഴുതി കൂട്ടിയ എല്ലാ സെൻറ്റൻസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ആരോടെങ്കിലും ഒരു ഇംഗ്ലീഷ് വാചകം പറയുമ്പം അതിലുപയോഗിക്കുന്ന ക്രിയ വെർബില്ലേ, വെർബ് ആക്ഷനില്ലേ, അത് സിമ്പിളോ ഇൻഡെഫിനിറ്റോ ആയ ആക്ഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള വാചകം ഇതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അവതരിപ്പിക്കണം. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 10-12 യൂസ് പഠിക്കേണ്ടതിൽ ഒന്ന്. 12ഓളം യൂസാണ്. അത് ഉപയോഗിക്കേണ്ട 12 നിയമങ്ങളാണ് ഗ്രാമർ ടെക്സ്റ്റിൽ അയാൾ എഴുതി വെച്ചിട്ടുള്ളത്. ഗ്രാമർ എഴുതിയ ആൾ. അതിലൊരു 6 നമ്മൾ PSC പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിരിക്കണം. അതിലൊന്നാണ് ഇപ്പോൾ ഇത്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ രണ്ടാമത്തെ യൂസ് ശ്രദ്ധിച്ചു. യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് അഥവാ ജനറൽ ട്രൂത്ത് അഥവാ കോമൺ ട്രൂത്ത്. മലയാളം എന്താ? പൊതുസത്യം. പൊതുസത്യമായൊരു വാചകം ഇംഗ്ലീഷിൽ നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ വർത്തമാനകാലത്തിരുന്നു കൊണ്ട് പൊതുവായ സത്യം ഒരു വാചകമാക്കി പറയുന്നുണ്ടെങ്കിൽ സച്ച് സെൻറ്റൻസ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അങ്ങനെയുള്ള സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ അവതരിപ്പിച്ചുള്ളൂ. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള തന്നെ തുടങ്ങാം. സൂര്യനെന്നും കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞതൊരു ജനറൽ ട്രൂത്താണ്, ഒരു കോമൺ ട്രൂത്താണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ആ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എവിടെ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനല്ലേ പറയരുത്. നോക്ക്, ദ സൺ rises in the east and sets in the west. The rises, sets. സൺ സിംഗുലറാണ്, സൂര്യൻ ഒന്നാണ്, ഏകവചനം, സബ്ജക്റ്റായത് അത് സിംഗുലറാണ്. അപ്പോൾ എഴുതുന്ന വർബ് നോക്കിയ സിംഗുലർ വർബ് തന്നെ എഴുതി. ഉദിക്കുന്നതിന് RISE റൈസ് എന്നാ പറയൽ. അതിൻ്റെ എസ് ഉള്ള രൂപം റൈസസ്, ഈസ്റ്റ് പറഞ്ഞാൽ കിഴക്ക്. ആൻഡ് അസ്തമിക്കുന്നതിന് സെറ്റ് എന്നാ പറയൽ. സണ്ണാണ് സബ്ജക്റ്റ്, സിംഗുലറാണ്. അപ്പോൾ സെറ്റ് പോരാ, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ കണ്ടു, ഒരു പൊതുസത്യം വാചകമായി പറയുമ്പോൾ നമ്മളെല്ലാവരും ഗ്രാമർ നിയമം പാലിച്ചില്ലേ? ആ വാചകം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് തന്നെ പറഞ്ഞു. ദ സൺ ഈസ് റൈസിങ് എന്നല്ല പറഞ്ഞില്ലേ, ദ സൺ റൈസസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിലല്ല പറഞ്ഞത്, സിമ്പിൾ പ്രസൻറ്റിലാണ് പറഞ്ഞത്. ക്ലിയറായോ? മറ്റൊന്ന്, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം നടത്തുന്നു. ദ മൂൺ റിവോൾവ്സ് റൗണ്ട് ദ എർത്ത്. റിവോൾവ് എന്ന് പറഞ്ഞാൽ പരിക്രമണം ചെയ്യരുത്. റൊട്ടേറ്റ് എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്നു എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്, ജനറൽ ട്രൂത്താണ്, കോമൺ ട്രൂത്താണ്. വാചകം പറയുമ്പോൾ ഞാൻ എത്ര ശ്രദ്ധിച്ചു നോക്കി. ദ മൂൺ എന്ന സബ്ജക്റ്റിന് ശേഷം പ്രസൻറ്റ് വർബന്നെ എഴുതിയതാ റിവോൾവിൻ്റെ എസ് ഉള്ള രൂപം. ഇത് സിംഗുലർ ആയതുകൊണ്ട് എസ്സിൻ്റെ രൂപം. ഈസ് റിവോൾവിങ് എന്നല്ല പറഞ്ഞിനി, പ്രസൻറ്റ് കണ്ടിന്യൂസിലല്ല പറഞ്ഞിനി, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ പറഞ്ഞു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പ്രസൻറ്റ് ടെൻസ് ആകുന്ന ഇന്ന്, വർത്തമാനകാലമാകുന്ന ഇന്നോ ഇപ്പോഴോ നിങ്ങൾക്ക് ആരോടെങ്കിലും
ഇങ്ങനെയുള്ള ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് വാചകം ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ആ വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലേ പറഞ്ഞോളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാചകത്തിലെ സബ്ജക്റ്റ് ഏത് വാക്കാണോ അതിന് ശേഷം പ്രസന്റ് വെർബ് പറയണം. വെർബിൻ്റെ മൂലരൂപമോ എസ് ചേരുന്ന രൂപമോ സബ്ജക്റ്റിൻ്റെ വചനമനുസരിച്ച് എഴുതിക്കൊള്ളുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ്. ഇതാണ് ഇതിൻ്റെ 2 എക്സാമ്പിൾ. ഇനി ഇതിൽ നിന്ന് വന്ന ഒരു PSC ക്വസ്റ്റ്യനോടുകൂടി നമുക്ക് ചോദ്യങ്ങൾ ആരംഭിക്കാമല്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് ഒരു വർഷം വന്ന PSC ക്വസ്റ്റ്യൻ കണ്ടോ? ഇതതിന് എക്സാമ്പിൾ എഴുതിയതാണ്. ഇതന്നെ ചിലപ്പോൾ ചോദിക്കാം. ഇതിൽ നിന്ന് വന്ന ഒരു PSC ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. നത്തിങ് ഡാഷ് ഇൻ എ ഡെസേർട്ട്. നത്തിങ് ഡാഷ് ഇൻ എ ഡെസേർട്ട്. ഓപ്ഷനായി തന്നത് A ഗ്രോ, B ഗ്രോസ്, C is growing, D has grown, വിട്ടഭാഗമുള്ള ഒരു ചോദ്യത. നമ്മളെ ക്ലാസ് ആരംഭിച്ചു, ഓരോ അധ്യായത്തിലും എത്ര ഇങ്ങനെ ബ്ലാങ്കുള്ള ചോദ്യങ്ങൾ ഞാൻ കാണിച്ചു തന്നു. അപ്പോഴൊക്കെ പറഞ്ഞൊരു പൊതു നിയമോർമ്മയില്ലേ? വിട്ടഭാഗമുള്ളൊരു ക്വസ്റ്റ്യൻ PSCക്ക് ഇതുപോലെ വന്നാൽ 4 ഓപ്ഷൻ അവർ തന്നാൽ അത് 4 അവിടെ പറഞ്ഞു നോക്കിയിട്ട് ഏത് രസം എന്ന് നോക്കിയിട്ട് എഴുതലല്ല. അതല്ല ഭൂഷണം. വിട്ടഭാഗമുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ വിട്ടഭാഗത്തിൻ്റെ മുമ്പിലുള്ള വാക്കും പിന്നിലുള്ള വാക്കുകളും ഇംഗ്ലീഷ് ഗ്രാമർ പറയുന്ന എന്തെങ്കിലും സൂചനയുണ്ടാവും. ഇനി ആടെ ഒരു സൂചനയും കാണുന്നില്ല. വാചകം മൊത്തം വായിക്കുമ്പോൾ ആടെ എന്തെങ്കിലും ഒരു സൂചന കിട്ടും. ഇടിപ്പം മുമ്പിൽ നത്തിങ്ങും, അത് അടുത്ത സബ്ജക്റ്റാണ്, അതിൻ്റെ മലയാളമാണോ ഒന്നുമില്ല. അതിനുശേഷം ഇന്ന ഡെസർട്ട്, ഒരു മരുഭൂമി എന്നുള്ള വാക്കോ ഇല്ലത്. ഇത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു സൂചനയോ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ ഒരു ഹിൻറ്റും ഒരു ക്ലൂവും തന്നിട്ടില്ല. അപ്പോൾ വാചകം വായിക്കടോ. ഓപ്ഷനായി തന്നത് ഗ്രോ എന്ന ക്രിയയുടെ വിഭിന്ന രൂപമാണ്. അതിലാദ്യം ഗ്രോവും ഗ്രോസും, ഇത് രണ്ടുമാണ് നിങ്ങളിവിടെ പൂരിപ്പിക്കുന്നതെങ്കിൽ ഏത് കുട്ടിക്കറിയാം ആ വാചകം സിമ്പിൾ പ്രസൻ്റായി. എന്നാൽ ഈസ് ഗ്രോയിങ് എന്നാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആവും. ഹാസ് ഗ്രോൺ എന്നാണ് എഴുതുന്നെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആവും. ഹാസും ഹാവിൻ്റെ കൂടെ V3 എഴുതിയാൽ പ്രസൻറ്റ് പെർഫെക്റ്റ്, ഈസയമാറോടുകൂടി ING എഴുതിയാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഇത് രണ്ടും എഴുതിയാൽ സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ ഏത് ടെൻസ് നീ ഇവിടെ എഴുതും എന്നല്ലേ അവർ ചോദിക്കുന്നത്. അപ്പോൾ വാചകം വായിക്കടോ. മരുഭൂമിയിൽ ഒന്നുപോലും, ഗ്രോ എന്നുള്ളതിൻ്റെ മലയാളമാണ് വളരൽ. മരുഭൂമിയിൽ ഒന്നും വളരില്ല. സത്യമല്ലേ ഇത്? ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ ഇത്? ഒരു കോമൺ ട്രൂത്ത് അല്ലേ? ഒരു ജനറൽ ട്രൂത്ത് അല്ലേ? ഒരു സംശയവും വേണ്ട. ദിസ് സെൻറ്റൻസ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഗ്രോ എന്ന ഉത്തരമോ ഗ്രോസ് എന്ന ഈ ഓപ്ഷനോ ആണ് ഇവിടെ ശരി. അതിലേത് ശരി എന്നറിയണമെങ്കിൽ സബ്ജക്റ്റ് നോക്കിയേ. നത്തിങ്, സംതിങ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന്. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇനി ഒന്നുണ്ടെങ്കിലും ഒന്നില്ലെങ്കിലും അത് ഒന്ന് തന്നെയാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് സിംഗുലറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എഴുതുന്ന വേർബ് സിംഗുലർ ആയിരിക്കണം. സിംഗുലർ വെർബ് എപ്പോഴും എസ് ഉള്ളതാണ്. പെട്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഗ്രോ എന്ന് എഴുതിയിട്ട് വരല്ലേ. വെർബിലെപ്പോഴും സിംഗുലർ എസ് ഉള്ളതാണ്. ഇത് പ്ലൂരലാണ്, ഗ്രോ പ്ലൂരലാണ്. അപ്പോൾ ഈ ഗ്രോസ് എന്ന ഈ ഉത്തരം ആര് മാർക്ക് ചെയ്യുന്നു, കറുപ്പിക്കുന്നോ, അവനൊരു റാങ്കായി, ഒരു മാർക്കായി, ഒരു റാങ്ക്. PSCയുടെ ഒരു ക്വസ്റ്റ്യനായത് അല്ലേ. ഇതുപോലെ ഏത് യൂണിവേഴ്സൽ ട്രൂത്തും നിങ്ങളൊരു സെൻറ്റൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് ദ സെൻറ്റൻസ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ. മതി. ഇനി നേരത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിക്കോണെങ്കിൽ ദ മൂൺ, നേരത്തെ ഞാൻ എക്സാമ്പിളായിട്ട് എഴുതിയിട്ടില്ലേ, ദ മൂൺ ഡാഷ് റൗണ്ട് ദ എർത്ത്. ഓപ്ഷനിൽ A റിവോൾവ്, B റിവോൾവ്സ്, C ഈസ് റിവോൾവിങ്, അങ്ങനെ പോകുന്നു. അപ്പോൾ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. കറങ്ങുന്നതിന് റിവോൾവ്, റിവോൾവ്സ്, ഈസ് റിവോൾവിങ് എല്ലാം തന്നിനി. ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് അത്.
അപ്പോൾ മൂൺ കഴിഞ്ഞിട്ട് റിവോൾസോ ആണ് എഴുതേണ്ടത്. ദ മൂൺ സിംഗുലർ ആയതുകൊണ്ട് റിവോൾസ്. ബി എന്നുള്ള ഉത്തരം ശരി. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് 12 യൂസ് ഗ്രാമർ ടെക്സ്റ്റിൽ എഴുതിയെങ്കിലും നമ്മളതിൽ 7 മാത്രമേ ഒരു പരീക്ഷയ്ക്ക് പോകുന്നൊരു കുട്ടി പഠിക്കണ്ടു. ബാക്കിയൊക്കെ സാഹിത്യ നിയമമാണ്, പഠിച്ചു വെച്ചാൽ നല്ലതന്നെ. പക്ഷേ അതിൻ്റെ ഒരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ബാക്കിയെല്ലാം വേണമെങ്കിൽ ഒഴിവാക്കാം. 7 പഠിക്കണം, അതിൽ 2 സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 3ാമത്തെ യൂസ് കേട്ടോ. സഡൻ എക്സ്ക്ലമേഷൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ? പെട്ടെന്ന് പറയുന്ന ആശ്ചര്യ കാര്യങ്ങൾ. എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യമാണ്, സഡൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. പ്രസൻറ്റ് ടെൻസ് ആകുന്ന ഇന്നോ ഇപ്പോഴോ, വർത്തമാനകാലമാകുന്ന ഇന്നോ ഇപ്പോഴോ പെട്ടെന്ന് നമ്മൾ ആശ്ചര്യത്തിലൊരു വാചകം എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട കുട്ടികളെ, ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിലേ പറഞ്ഞൂടെ. എല്ലാവരും അത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയാറ്. അത് തെറ്റാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മനസ്സിലായില്ലെങ്കിൽ ഓ മഴ പെയ്യുന്നതാ, വർത്തമാനകാലമാകുന്ന ഇപ്പോഴും പെട്ടെന്ന് എന്നിൽ നിന്ന് വന്നൊരു ആശ്ചര്യകാരിയല്ലത്. ഓ മഴയതാ പെയ്യുന്നത്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇതാ ഓ എന്ന ഇൻ്റർജെക്ഷൻ എഴുതിയിട്ട് ആശ്ചര്യജന്യട്ടു. ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഓ മഴ പെയ്യുന്നതാ, തെറ്റി. ഓ ഇറ്റ് റെയിൻസ് എന്നാണ് പറയേണ്ടത്. ദാ സബ്ജക്റ്റായ ഇറ്റിന് ശേഷം പ്രസൻറ്റ് വെർബ്. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് എസ് ഉള്ള വെർബ്. അതുപോലെ അയാളതാ വരുന്നു. ഹീ കംസ്. എല്ലാവരും ഹീസ് കമ്മിങ് എന്നാ പറയല്. തെറ്റ്. ഹീ കംസ്. ഓ ദ ചൈൽഡ് ലാഫ്സ്. ഓ അതാ കുട്ടി ചിരിക്കുന്നു. ദ ചൈൽഡ് എന്ന സബ്ജക്റ്റിന് ശേഷം നോക്കിയേ, ഈസ് ലാഫിങ് അല്ലാലും ഓ ദ ചൈൽഡ് ഈസ് ലാഫിങ്. ഹീസ് കമ്മിങ്. ഓ ഇറ്റ് ഈസ് റെയിനിങ്. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും തെറ്റിക്കാറ്. ഒരു ഇംഗ്ലീഷുകാരൻ പറയുന്നൊരു വാചകം ഇതാ, അലാസ്. ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതിന് ഇങ്ങനെയുള്ള വാക്കിനൊക്കെയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയൽ, വ്യാക്ഷേപകം എന്ന് പറയൽ. ഭാഷയിൽ അർത്ഥമില്ലാണ്ട് ആശ്ചര്യം വരുമ്പോൾ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ശബ്ദങ്ങളെയാണ്. ഇതിന് അർത്ഥമൊന്നുമില്ല, മീനിങ്ലെസ് ആണിത്. ഇങ്ങനെയുള്ള വേർഡിനാണ് ഇൻ്റർജെക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുക. മലയാളത്തിൽ ഇങ്ങനത്തെ വാക്കിന് വ്യാക്ഷേപകം എന്നാണ് പറയൽ എന്നൊക്കെ നോട്ട് വരെ തന്നതാണ്. അപ്പോൾ നോക്കിയേ, അലാസ് ഹുറാ എന്നെല്ലാം പറയില്ലേ, നീനൊന്നും ഒരർത്ഥവുമില്ല. ഇങ്ങനെയുള്ള വാക്കിനാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. അലാസ് ദ ടീം വിൻസ്. ടീം അതാ ജയിക്കും. അലാസ് ദ ടീം വിൻസ്. ഇവിടെ അലാസ് ദ ടീം വിൻസ്. ഹുറാ. The government reduces the price. ഹുറാ, ഗവൺമെൻറ് അതാ വില കുറക്കുന്നത്. ദ ഗവൺമെൻറ് സിംഗുലറാണ്, അതിൻ്റെ കൂടെ ഇതാ റെഡ്യൂസസ് പ്രസൻറ്റ് വെർബ്. ഇവിടെ ടീം സിംഗുലറാണ്, അതിൻ്റെ കൂടെ വിൻസ്. കണ്ടില്ലടോ? അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഈ വർത്തമാനകാലത്തിരുന്നു കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശ്ചര്യത്തിൽ ഏതെങ്കിലും ഒരു വാചകം പറയുന്നുണ്ടെങ്കിൽ, സഡൻ എക്സ്ക്ലമേഷൻ സെൻറ്റൻസ് പറയുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയണം. നല്ലോണം ശ്രദ്ധിച്ചോളുക. എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്. ഇതെല്ലാം പ്രസൻറ്റ് കണ്ടിന്യൂസിലാണെന്ന് എല്ലാവരും സംസാരിക്കൽ, തിരിച്ച് കേൾക്കലും അങ്ങനെയാണ്. അങ്ങനെയുള്ളവർ പരീക്ഷയ്ക്ക് പോയാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന ഓപ്ഷനാണ് പൂരിപ്പിക്കാൻ സാധ്യത. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ. ഇതിൽ നിന്ന് വന്നൊരു PSC ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓ ഇറ്റ് ഡാഷ്. എ എന്നുള്ള ഉത്തരം റെയിൻ. ബി റെയിൻസ്. സി ഈസ് റെയിനിങ്. ഡി ഹാസ് ബീൻ റെയിനിങ്.
ഇവിടെയൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ പണിയെടുക്കും. ഇതിലേത് പറയുമ്പോൾ രസം നോക്കിയാൽ നോക്കരുത്. എന്നിട്ട് അത് കറുപ്പിച്ചിട്ടെങ്കിൽ വരും, തോറ്റു നാറിയിട്ടും ഉണ്ടാവും. ഇവിടെ ഇപ്പം എല്ലാ അധികാർക്കും ശരി വരൽ ഈ സി ആണ്. നോക്കി അത് പറയുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഓ ഇറ്റ് ഈസ് റെയിനിങ്. പോയി, അവൻ്റെ ജീവിതം പോയി. ഇത് സഡൻ എക്സ്ക്ലമേഷൻ വാചകമാണെന്ന് ഇത് നോക്കി മനസ്സിലാക്കണം. സിമ്പിൾ പ്രസൻറ്റിലേ പറഞ്ഞുകൊടൂ എന്ന് പറഞ്ഞാൽ റെയിനോ റെയിൻസോ ആണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ഇതിനാണ് പ്രസൻറ്റ് വർബ് എന്ന് പറയുന്നത്. അതിൽ ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് റെയിൻ അല്ല വേണ്ടത്, റെയിൻസ്. അപ്പോൾ ബി ആണ് ഇവിടെ ശരി. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്പർ 2. ഹുറാ ദ ചൈൽഡ് ഡാഷ് അഗെയിൻ. ഓപ്ഷൻ എ ഈസ് ക്രൈങ്, ബി ക്രൈ, സി ക്രൈസ്, ഡി ഹാസ് ക്രൈഡ്. പറ. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും കുട്ടികളെ. ആ ആശ്ചര്യവാക്കായ ഹുറ വന്നിട്ട് ഒരു വാചകം. ഇതിനെയാണ് സഡൻ എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസൻറ്റേ പറഞ്ഞുകൊടു. ഇപ്പോൾ ക്രൈയും പറയാം, ബിയും പറയാം, സിയും പറയാം. ഈസ് ക്രൈങ് ആണ്, അതാണ് നിങ്ങൾക്ക് ഇഷ്ടം, അത് എഴുതാതിരിക്കുക എന്നാൽ തന്നെ ജയിച്ചു. അപ്പം ദ ചൈൽഡാണ് സബ്ജക്റ്റ്. അപ്പോൾ ക്രൈ പോരാ, ക്രൈസ്. അപ്പോൾ സി ആണ് ശരി. ഇതാണ് ആൻസർ. അപ്പോൾ സഡൻ എക്സ്ക്ലമേഷൻ വാചകം ഇങ്ങനെ എവിടെ കണ്ടാലും അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അവതരിപ്പിക്കണം എന്ന് നിത്യജീവിതത്തിലും ഇതുപോലെ PSCക്ക് ക്വസ്റ്റ്യനായിട്ടും പഠിക്കുക. ഇതാണ് തേർഡ് യൂസ്.